കണ്ണൂർ സർവകലാശാലയിൽ പ്രിയ വർഗീസിന് കിട്ടിയ ഇളവ് ഇനിയില്ല. FDP ഗവേഷണ കാലയളവ് ഇനി അധ്യാപന പരിചയമായി പരിഗണിക്കില്ല. ഇതിനായി കണ്ണൂർ സർവകലാശാല പുതിയ വിജ്ഞാപനം ഇറക്കി. നേരത്തെ FDP ഗവേഷണ കാലയളവ് അധ്യാപക പരിചയമായി പരിഗണിക്കാമെന്ന് സർവകലാശാല സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ കണ്ണൂർ സർവകലാശാലയിൽ ജോലി ചെയ്യുകയാണ് പ്രിയ വർഗീസ്. FDP എന്ന് പറയുന്നത് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. സർവീസിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന അവധിയോടുകൂടിയുള്ള ഗവേഷണ കാലയളവാണ്. ആ ഗവേഷണ കാലയളവ് ഇനി പ്രൊമോഷൻ പോസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് അസോസിയേറ്റ് അതേപോലെ പ്രൊഫസർ പോസ്റ്റുകൾക്ക് പരിഗണിക്കില്ല എന്നാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല ഉത്തരവിറക്കിയിരിക്കുന്ന വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. സാനിയോ മനോവിച്ചിരുന്നു. സാനിയോ, ഇത് ഉയരുന്നൊരു സംശയം, നേരത്തെ ഒരു ഘട്ടത്തിൽ കണ്ണൂർ സർവകലാശാല തിരിച്ചു പറയുക, FDP പ്രൊമോഷന് പരിഗണിക്കാമെന്ന് പറയുക, ഇപ്പോൾ FDP പരിഗണിക്കില്ല എന്ന് പറയുക. എന്താണ് സർവകലാശാല നൽകുന്ന ഈ വിജ്ഞാപനത്തിലെ വിശദീകരണം? ഡോക്ടർ അരുൺകുമാർ, ഈ വിജ്ഞാപനത്തിന് സർവകലാശാല ഇപ്പോൾ വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി SB കോളേജിലെ ജോസഫ് സ്കറിയ എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് സുപ്രീം കോടതിയിൽ സർവകലാശാല നൽകിയ സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഗവേഷണ കാലയളവ്, FDP ഗവേഷണ കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാമെന്നായിരുന്നു. പക്ഷേ അതേ സർവകലാശാല തന്നെ ഇനി മുതൽ FDP ഗവേഷണ കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാനാവില്ല എന്ന് പറയുന്ന പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പ്രിയ വർഗീസിന് മാത്രം അനുകൂലമാകുന്ന തരത്തിലായിരുന്നു അന്ന് സർവകലാശാല സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം എന്ന് പറയുന്നത്. അന്ന് അതിനെതിരെ അക്കാദമിക് വിദഗ്ധരൊക്കെയും രംഗത്തെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ മാസം 11-ന് ജോസഫ് സ്കറിയയുടെ ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് സുപ്രീം കോടതി ഈ കാര്യം, അതായത് പുതിയ ഇത്തരത്തിലൊരു വിജ്ഞാപനം സർവകലാശാല ഇറക്കിയതായുള്ള കാര്യം അറിയിക്കുമെന്നാണ് ജോസഫ് സ്കറിയ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പ്രകാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ മലയാളം അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് പ്രിയ വർഗീസ്. ഇവർക്ക് നേരത്തെ FDP ഗവേഷണ കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കിയത് കൊണ്ടാണ് അന്ന് ആവശ്യത്തിന് അധ്യാപന പരിചയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അസോസിയേറ്റ് പ്രൊഫസർ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇനി ഉണ്ടാവില്ല എന്നാണ് കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വിജ്ഞാപനം.